നാ ഗുരുർ അധികം തത്വം നാ ഗുരുർ അധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു പവനപുരിയിലെ ഭക്തോത്തമനായും മൃദംഗ ശൈലേശ്വരിയുടെ കടാക്ഷപാത്രമായും സംഗീതവാദ്യ കലകളിലെ മൗലീരത്നമായും ആചാര്യവൃന്ദത്തിൽ അദ്വൈതനായും രസിക കലാഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ വസിക്കുകയാണ് കൊങ്ങോർപ്പിള്ളി പരമേശ്വരൻ നമ്പൂതിരി. ഗുരുവായൂർ സന്നിധിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നേതൃത്വത്തിൽ ഒരു സംഗീതോത്സവം എന്ന ആശയത്തിന് തിരിതെളിയിച്ച അദ്ദേഹം താളവാദ്യങ്ങളുടെ രാജാവായ പാലക്കാട് മണി അയ്യരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൃശ്ശിവ പേരൂരിൻ്റെ കർണാടക സംഗീത പാരമ്പര്യത്തിൻ്റെ കുലപതിയായി മാറുകയായിരുന്നു. ഈ മഹാനുഭാവന് ശിഷ്യപ്രശിഷ്യ വൃന്ദം അർപ്പിക്കുന്ന സ്മരണാഞ്ജലി സമാരംഭിക്കുകയാണ്. ഭഗവത് കടാക്ഷം കാക്ഷിച്ചുകൊണ്ട് ആരംഭിക്കാം. ശ്രീമതി രുക്മിണി രാമസുബ്രഹ്മണ്യത്തെ ക്ഷണിക്കുന്നു. തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ കോടാനുകോടി പ്രണാമം. അദ്ദേഹം എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നത് കൃഷ്ണനെ വിളിച്ചുകൊണ്ടാണ്. കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ കൃഷ്ണ ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണേ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. ഇന്ദിര കാന്ത ജഗന്നിവാസ കൃഷ്ണ ഇന്നെൻ്റെ മുൻപിൽ വിളങ്ങിടണം കൃഷ്ണ ഈരേഴുലകിന്നും ഏകനാഥ കൃഷ്ണ ഈരേഴുലകിന്നും ഏകനാഥ കൃഷ്ണ ഈരഞ്ജുദിക്കും നിറഞ്ഞ രൂപ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. സർവം കൃഷ്ണമയം. പവിത്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പരമാർപ്പണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അനുസ്മരണ സഭയിൽ സ്വാഗത ഭാഷണത്തിനായി മാർദ്ദംഗിക സദസ്സിൻ്റെ സെക്രട്ടറിയും കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ ശിഷ്യനുമായ ശ്രീ ഗോപീകൃഷ്ണനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലും വേദിയിലുമുള്ള മാന്യ വ്യക്തികൾക്കും ഗുരുക്കന്മാർക്കും നമസ്കാരം. ദിവംഗതനായ നമ്മുടെ ഗുരുനാഥൻ കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി മാസ്റ്ററുടെ അനുസ്മരണം 3-ാം വർഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൗഢഗംഭീരമായൊരു ഡെമോ ക്ലാസ് രാവിലെ നടന്നു. അതിനുശേഷം കൊങ്ങോർപ്പള്ളി ശിഷ്യപരമ്പരയുടെ ഒരു നാദാർപ്പണം, അതിനുശേഷമാണ് ഈ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഔപചാരികമായ ഈ സ്വാഗത പ്രസംഗത്തിന് മുമ്പ് 2 വാക്ക് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൊങ്ങോർപ്പള്ളി മാഷെ പറ്റിയിട്ടുള്ള അഭിവാദയെ എന്ന ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരണത്തിൻ്റെ സമയം തൊട്ട്, അതായത് ഗിരീഷേട്ടൻ്റെ നേതൃത്വത്തിൽ ആ ഡോക്യുമെൻ്ററി ചിത്രീകരണം തുടങ്ങിയ സമയത്ത് ഉണ്ടായ ഒരു കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മയാണ് ഇപ്പോഴും ഈ അനുസ്മരണം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ കഴിഞ്ഞ അനുസ്മരണ വേദിയിൽ വെച്ച് നിങ്ങളോട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊന്ന്, മാഷുടെ ഈ സ്മരണ എന്നേക്ക് നിലനിർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതുകൂടാതെ ഈ കൂട്ടായ്മ നിലനിന്ന് പോകാനായിട്ട് അതിനും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ആ ഒരു ആവശ്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. അതായത് മാഷ ശിഷ്യന്മാരുടെയും മാഷോട് സ്നേഹം ബഹുമാനമുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ ഈ ഒരു ആവശ്യം അറിയിച്ചിരുന്നു. അപ്പോൾ അതിന് വളരെ നല്ലൊരു പ്രതികരണം, നല്ലൊരു സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി, സാമ്പത്തികമായിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ, ചെമ്പൈ സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിൽ ബിരുദം, ഐച്ഛിക വിഷയമായ മൃദംഗം തിരഞ്ഞെടുത്ത് 1ാം റാങ്ക് കിട്ടി വരുന്ന കുട്ടിക്ക് ഒരു പ്രശസ്തി പത്രവും ഒരു ക്യാഷ് അവാർഡും കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി രൂപം നൽകി. അത് കഴിഞ്ഞ കൊല്ലം നടപ്പാക്കി. അതിന് നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ അതിലൊരുപാട് പേര് സംഭാവനയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഇവിടെ പറയരുതെന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ വിശദമായിട്ട് പറയണില്ല. മാസ്റ്റർ മകൾ പാർവതിയെ പോലുള്ളവരൊക്കെ വളരെ വിലപ്പെട്ട ഒരു സംഭാവനയാണ് അതിൽ നൽകിയത്. അതിപ്പോൾ ഒരു നല്ലൊരു ഫണ്ടായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ആ ഫെലോഷിപ്പ് നമുക്ക് മുടങ്ങാതെ കൊടുക്കാൻ പറ്റും എന്ന് ഞാനിവിടെ പറയുകയാണ്. അത് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു. അതുകൂടാതെ ഈ കൂട്ടായ്മയുടെ കാര്യം, അത് ഞങ്ങളൊരു മാർദ്ദംഗിക സദസ്സ് എന്നൊരു പേരിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ വേദി അടക്കം നമുക്ക് സൗജന്യമായ നിരക്കിൽ കിട്ടാൻ സാധിച്ചു. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളുടെയും കൂടി സഹായം കൊണ്ടാണ് നടന്നത്. അതിന് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഈ മാർദ്ദംഗിക സദസ്സ് ഈ ഒരു അനുസ്മരണം മാത്രമാണ് നടത്തി പോരുന്നത്. അതുകൂടാതെ ഒരു വർഷത്തിൽ 1-2 വേദി, ചുരുങ്ങിയതൊരു വേദിയെങ്കിലും ഒരു കച്ചേരിയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മൃദംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്താൻ ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഞങ്ങളിവിടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് അഥവാ നടന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ചട്ടിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ വീണ്ടും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ അനുസ്മരണത്തിൽ ഇന്നത്തെ അധ്യക്ഷൻ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള മാർദ്ദംഗിക സദസ്സിൻ്റെ പ്രസിഡൻറ്റും കൊങ്ങോർപ്പള്ളി മാഷയുടെ വത്സല ശിഷ്യനുമായിട്ടുള്ള ശ്രീ സനോജ് പൂങ്ങാടാണ്. സനോജ് പൂങ്ങാടിനെ ഈ പരമാർപ്പണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്ത് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ യുവകവിയാണ്, മലയാള സിനിമ ഗാനരചയിതാവാണ്. അദ്ദേഹവും മൃദംഗവും കോങ്ങർപ്പള്ളി മാഷും തമ്മിലുള്ള ബന്ധമൊക്കെ അദ്ദേഹവും സനോജൂടെ പറയുന്നതായിരിക്കും. എന്തായാലും ശ്രീ BK ഹരിനാരായണനെ അഭിമാനപൂർവ്വം പരമാർപ്പണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി മഹാഗുരു മൃദംഗ വിദ്വാനായിട്ടുള്ള ശ്രീ മന്നാർഗുഡി ഈശ്വരൻ സാറ്. അദ്ദേഹം ഇന്ന് ഇതിന് ശേഷം കച്ചേരിയുണ്ട്. അതുകൂടാതെ കോങ്ങർപ്പള്ളി മാഷുമായിട്ടുള്ള പഴയ സ്മരണകളൊക്കെ അദ്ദേഹം ഇവിടെ നമ്മുടെ കൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ പരമാർപ്പണം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് തിരുവമ്പാടി സംഗീതോത്സവ വേദിയിൽ സനോജ് സൂചിപ്പിച്ച പോലെ തൃശ്ശൂരിൻ്റെ മൃദംഗിസ്റ്റ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ മൃദംഗവാദകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യത്തെ KMS മണി സാറാണ്. അത് മൃദംഗം പ്രയോക്താവ് എന്നുള്ള നിലയിലും സംഘാടകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അദ്ദേഹമാണിന്ന് കോങ്ങർപ്പള്ളി അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം പരമാർപ്പണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തുനിന്ന് ഇവിടെ നന്ദി പ്രകാശനം നടത്തുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മാർദംഗിക സദസ്സിൻ്റെ ട്രഷററും കോങ്ങർപ്പള്ളി മാസ്റ്റർ പ്രധാന ശിഷ്യരിലൊരാളുമായ ശ്രീ നവീൻ മുല്ലമംഗലം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗത ഭാഷണത്തിന് നന്ദി. അധ്യക്ഷ ഭാഷണത്തിനായി മാർദംഗിക സദസ്സിൻ്റെ പ്രസിഡന്റും കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുതിർന്ന ശിഷ്യരിൽ പ്രധാനിയുമായ ശ്രീ സനോജ് പൂങ്ങാടിനെ സാദരം ക്ഷണിക്കുകയാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലുള്ള ഗുരുജനങ്ങളെ, മഹത് വ്യക്തികളെ, സദസ്സിലുള്ള മഹത് വ്യക്തികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൊങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി അനുസ്മരണം 3-ാം വർഷം പരമാർപ്പണം എന്ന പേരിൽ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 2019 അഭിവാദിക എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ശ്രീ ഗിരീശൻ ഭട്ടതിരിപ്പാട്, എൻ്റെ ഒരു ഏട്ടനായ ഗിരീശൻ ഭട്ടതിരിപ്പാടിൻ്റെ സംവിധാനത്തിലും മാമുണ്ണു, ഉണ്ണിയേട്ടൻ, ജോബി അങ്ങനെ ഉള്ള അവരുടെ കൂട്ടായ്മ കൊണ്ടും ഞങ്ങൾ ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ആ ഒരു ഡോക്യുമെൻ്ററി സ്വപ്നം കൊങ്ങൂർപ്പള്ളി ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചു. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ 2 വർഷം മുമ്പ് മാർദംഗിക സദസ്സ് എന്ന കമ്മിറ്റി സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നല്ലൊരു കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കൊങ്ങൂർപ്പള്ളി ശിഷ്യപരമ്പര മാത്രമല്ല, ഇതിനോട് അനുഭാവമുള്ള, പ്രത്യേകിച്ച് എൻ്റെ വല്യച്ഛനായ കൊങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി, ഞങ്ങളുടെ ഗുരുനാഥനായ കൊങ്ങൂർപ്പള്ളിയോടുള്ള ആ ബന്ധം, അതുതന്നെ ഇവിടെ ഇന്ന് പലരും ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ എത്തിച്ചേർന്നവരുണ്ട്. അത് ഈ തൃശ്ശൂർ ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തും. കാരണം ശിഷ്യന്മാരായ പലരും, ശങ്കരൻ ഭട്ടതിരിപ്പാട്, ഡോക്ടർ കിഷോർ ചന്ദ്രൻ, പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് മനു, അങ്ങനെ കുറേ പേര് ഉണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ കഴിയില്ല, അത്ര പേരുണ്ട്. അവരുടെ എല്ലാം
ഒരു കൂട്ടായ്മയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫിസിക്കലി അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവരുടെ മനസ്സ് ഇവിടെയുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ചെല്ലാം നേരത്തെ ഗോപി പറഞ്ഞു. ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം തിരുവമ്പാടി സംഗീതോത്സവം നടത്തിക്കൊണ്ടിരുന്ന കുങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ ആ ബന്ധത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ അത്രയും സംഗീത ലോകത്തെ അടുപ്പം, ബന്ധങ്ങൾ വി സുബ്രഹ്മണ്യൻ സാറ്, അങ്ങനെ ആലത്തൂർ ബ്രദേഴ്സിൻ്റെ ശിഷ്യന്മാരായ ചെങ്കൽപ്പേട്ട് രംഗനാഥൻ തുടങ്ങിയ അനവധി പേര് അവിടെ എത്തിച്ചേരുകയുണ്ടായി. അന്നൊക്കെ ഉണ്ടായിരുന്നൊരു മോഹമാണ് മന്നാർഗുഡി ഈശ്വരൻ സാർ വരിക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഇന്ന് രാവിലെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കണ്ട് എല്ലാവർക്കും അത് ഒരു വലിയൊരു അനുഭവമായിട്ടുണ്ട്. അതേപോലെ ഇവിടെ മുഖ്യാതിഥിയായിട്ട് മന്നാർഗുഡി സാറ്, അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഉദ്ഘാടനത്തിന് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഗാനരചയിതാവ് കവിയുമായ BK ഹരിനാരായണൻ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ഞങ്ങൾ സഹപാഠികളുമാണ്. UP ക്ലാസ് മുതൽ ഞങ്ങളൊരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒപ്പം വളർന്നവരാണ്. കൂടാതെ ഞാൻ EP നാരായണ പിഷാരടി മാഷിൻ്റെ അടുത്ത് മൃദംഗം പഠിക്കുന്ന കാലത്ത് ഹരിനാരായണനും കുറച്ചു കാലം മൃദംഗം പഠിക്കുകയുണ്ടായി. ഹരിനാരായണൻ ആ കാലത്ത് സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് സംസ്കൃത പദ്യത്തിൽ പ്രത്യേകിച്ച് 1ാം സ്ഥാനമായിരുന്നു. പിന്നീട് ഈ ഗാനരചന ഈ രംഗത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രതിഭാധനനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും ഈ കർണാടക സംഗീതം എന്നല്ല മറ്റ് ഇതര കലകളെടുത്താലും അയാൾ ഇപ്പോൾ ഹരിനാരായണനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പഠിച്ച് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു പഠനം നടത്തിയിട്ടാണ് മുന്നോട്ട് പോകാറ്. ഇവിടെ ഹരിനാരായണൻ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ, EP നാരായണ പിഷാരടിയുടെ ശിഷ്യനാണ്. കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി തൃശ്ശൂർ അപ്പയ്യരുടെയും EP നാരായണ പിഷാരടിയുടെയും ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളെല്ലാവരും. മന്നാർഗുഡി ഈശ്വരൻ സാറ്, അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലായ്പ്പോഴും പണ്ട് വലിയച്ഛൻ പറയാറുണ്ട്. പക്ഷേ അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഇതേ പരമ്പരയിൽപ്പെട്ട ആളാണ്. ശ്രീ ഗുരുവായൂർ ദൊരൈസ് സാറിൻ്റെ ശിഷ്യനാണ് മന്നാർഗുഡി ഈശ്വരൻ സാറ്. ദൊരൈസ് സാറ് EP നാരായണ പിഷാരടി സാറിൻ്റെ ശിഷ്യനാണ്. ഇതേ പരമ്പരയിലാണ്. അടുത്തത് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ തൃശ്ശൂരിലുള്ള എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള KMS മണി സാറ്. അദ്ദേഹം തൃശ്ശൂർ അപ്പുയരുടെ ശിഷ്യനാണ്. അപ്പോൾ ഈ സദസ്സിലുള്ള എല്ലാവരും ഈ കൊങ്ങോർപ്പള്ളി അനുസ്മരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അപ്പുയ്യരുടെ ഒരു പരമ്പര തന്നെയാണ്. തൃശ്ശൂർ അപ്പുയ്യരുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഇനി ഇത് കഴിഞ്ഞ കച്ചേരിയിലാണ്. മാത്രമല്ല അനുസ്മരണ പ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ ഈശ്വരൻ സാറും KMS മണി സാറും ഒക്കെ ഉണ്ട്. ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ ഇനിയും കൂടുതൽ സംഗീത വിദ്യാർത്ഥികൾക്കും സംഗീതത്തിനും വേണ്ടിയുള്ള ഇത്തരം ഡെമോൺസ്ട്രേഷനും ശില്പശാലകളും
ഈ അനുസ്മരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കൂടുതലായിട്ട് നടത്തുവാനും അങ്ങനെ ആ കൊങ്ങൂർപ്പള്ളി പ്രശിഷ്യ പരമ്പരയുടെ ആ കൂടുതൽ നല്ല പരിപാടികൾ നടക്കുവാൻ സാധിക്കണം. അതെല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മയും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിന് നന്ദി. ഇന്നത്തെ അനുസ്മരണ സഭയുടെ ഉദ്ഘാടകനായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര ഗാന രചയിതാവും കവിയുമായ ശ്രീ BK ഹരിനാരായണനാണ്. ഒരുപക്ഷെ BK ഹരിനാരായണൻ എന്ന പേര് പലർക്കും സുപരിചിതമല്ലെങ്കിലും 300-ലധികം ചലച്ചിത്രങ്ങളിലായി അദ്ദേഹം എഴുതിയ 700-ലധികം ഗാനങ്ങളിൽ പലതും മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ്. 1983 എന്ന ചിത്രത്തിലെ ഓലഞ്ഞാലിക്കുരുവി, എസ്രയിലെ ലൈലാകമേ, തീവണ്ടിയിലെ ജീവാംശമായി, ഓം ശാന്തി ഓശാനയിലെ കാറ്റുമൂളിയോ പ്രണയം, എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി, സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ വാതിക്കല് വെള്ളരിപ്രാവ്, ഇതിനെല്ലാം ഉപരിയായി കുട്ടികളുടെ വായ്ത്താരിയായിരുന്ന മുരുക മുരുക പുലിമുരുക, ഒപ്പത്തിലെ മിനുങ്ങും മിന്നാമിനുങ്ങി എന്നീ ഗാനങ്ങൾ, ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ ഗാനങ്ങളാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്കു പുറമെ നൂറ്റടപ്പൻ എന്ന കവിതാ സമാഹാരവും പന്തും പാട്ടും പറച്ചിലും അനുരാഗ നദിയെ എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2018 2021 ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, SIMA അവാർഡ്, വനിതാ ഫിലിം അവാർഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ കലാസപര്യയിൽ അദ്ദേഹത്തെ തേടിയെത്തിയ ഏതാനും പുരസ്കാരങ്ങൾ മാത്രം. ഏറെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ ദീപപ്രോജ്വലനത്തിനായി ക്ഷണിക്കുകയാണ്. വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും അദ്ദേഹത്തോടൊപ്പം ചേരുവാൻ താൽപ്പര്യപ്പെടുന്നു. യശശരീരനായ മൃദംഗവിദ്വാൻ കുങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ സ്മരണ തുളുമ്പുന്ന പരമാർപ്പണത്തിൻ്റെ ഈ വേദിയുടെ അധ്യക്ഷൻ, എനിക്കേറെ പ്രിയമുള്ള സുഹൃത്തും സഹപാഠിയും സഹോദരനും ഒക്കെ ആയിട്ടുള്ള സനോജ് പൂങ്ങാട്, അക്ഷരാർത്ഥത്തിൽ ഈ വേദിയെ ധന്യമാക്കുന്ന, നമ്മളൊക്കെ ഏറെ ആദരപൂർവം കാണുന്ന, അല്ലെങ്കിൽ കലയുടെ കർണാടക സംഗീതത്തിൻ്റെ ലോകം ഏറെ ആദരവോടെ കാണുന്ന ശ്രീ മന്നാർഗുഡി A. ഈശ്വരൻ സാർ, വാമനേട്ടൻ സദസ്സിലുണ്ട്, വയലാ രാജേന്ദ്രേട്ടനുണ്ട്. നേരത്തെ സനോജ് ഇവിടെ സൂചിപ്പിച്ച പോലെ അഭിവാദയെ എന്ന് പറയുന്ന കുങ്ങൂർപ്പള്ളിയുടെ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത ഗിരീഷേട്ടനുണ്ട്. ഇവിടെ ആദരണീയനായിട്ടുള്ള KMS മണി സാറുണ്ട്, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന. സ്വാഗതം ആശംസിച്ച ഗോപികൃഷ്ണൻ, നന്ദി പറയുന്ന പ്രിയ സുഹൃത്ത് നവീൻ, കുങ്ങൂർപ്പള്ളിയുടെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവർക്കും വലിയ നമസ്കാരം. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും വലിയ ഔചിത്യം എന്ന് പറയുന്നത് ഈ കവിത തുളുമ്പുന്ന ഭാഷണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പാട്ടെഴുത്തുകാരിപ്പോൾ കവിത എന്നൊക്കെ പോയി, ഞങ്ങൾക്കൊന്നും കവിതയൊന്നും ഇല്ലാത്ത കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്കിൽ പോലും ഇവിടെ ഏറ്റവും വലിയ ഔചിത്യം എന്ന് പറയുന്നത് ഈ പണ്ട് കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് കൊട്ടി മാറുക എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. കാരണം യഥാർത്ഥ അനുസ്മരണം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇവിടെ രാവിലെ നടന്ന മന്നാർഗുഡി ഈശ്വരൻ സാറിൻ്റെ മൃദംഗ വിദ്യാർത്ഥികൾ
അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷികൾ കാത്തിരുന്ന ആ സെഷനാണ്. ആ സെഷനോടുകൂടി അക്ഷരാർത്ഥത്തിലുള്ള ഒരു അനുസ്മരണം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇനി ഇവിടെ വാമനേട്ടൻ്റെയും ഈശ്വരൻ സാറും രാജേന്ദ്രേട്ടനും ഒക്കെയുള്ള കച്ചേരിയും നടക്കാനുണ്ട്. അതാണ് നമ്മളൊക്കെ ഇത് വാക്കിനേക്കാളും ഒക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഔചിത്യം എന്ന് പറയുന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണെങ്കിലും ഇങ്ങനെ ഒരു ഉദ്ഘാടന സംസാരിക്കാൻ വേണ്ടി വിളിച്ച സ്ഥിതിക്ക് 2-3 കാര്യങ്ങൾ പറയുന്നു, ഏറ്റവും ചുരുക്കിയിട്ട് എന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ചയിൽ യാദൃച്ഛികമായിട്ട് പി ജയചന്ദ്രൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ പോകേണ്ടി വന്നു. ആ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് എന്നെ ബന്നാർഘട്ട റോഡിലുള്ള സുസ്വരലക്ഷ്മി ഫൗണ്ടേഷൻ, MS-ൻ്റെ ഫൗണ്ടേഷനാണത്. MS-ൻ്റെ പേരിലുള്ളൊരു, അവിടെ കുറേ സ്മരണികയായിട്ടുള്ള അവരുടെ തമ്പൂരും ഒക്കെയുള്ള, അവിടെ പോയി. അപ്പം അവിടെ MS-ൻ്റെ ഗ്രാൻഡ് സൺ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെയുണ്ട്. അപ്പം അദ്ദേഹത്തിന് എനിക്കും പരിചയമുണ്ട്, ഈ ഞങ്ങളുടെ കൂടെയുള്ള കോമൺ ഫ്രണ്ടിനും പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ദീർഘനേരം ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫോൺ സംഭാഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചത് TK മൂർത്തി സാറിൻ്റെ, തഞ്ചാവൂർ TK മൂർത്തി സാറിൻ്റെ മകനെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ഇങ്ങനെ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മ, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ രാധാ വിശ്വനാഥൻ, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരെയൊക്കെ ഇടയ്ക്ക് വിളിക്കണം. അതായത് മൂർത്തി സാറിനെയും വി വി സുബ്രഹ്മണ്യൻ സാറിനെയും ഇടയ്ക്ക് വിളിക്കണം. കാരണം എന്നിട്ട് പറയുകയാണ്, അതായത് MS അമ്മ, എൻ്റെ മുത്തശ്ശി, എൻ്റെ ഗ്രാൻഡ് മദർ പാടാൻ തുടങ്ങിയ സമയത്ത് മൃദംഗക്കാരും വയലിൻകാരും പക്കം വായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത്, അങ്ങനെ കഷ്ടപ്പെട്ട സമയത്ത് ഏറ്റവും സഹായിച്ച ഒരു വ്യക്തിയാണ് TK മൂർത്തി സാറ്. അതിനു മുമ്പേ കൽപ്പാത്തി രാമനാഥൻ അദ്ദേഹം, അതുപോലെ തന്നെ VV സുബ്രഹ്മണ്യത്തിന് മുമ്പ് ഈ സുസ്വരം സുന്ദരേശയ്യർ. അപ്പോൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വിളിക്കണം എന്നുള്ളത് എൻ്റെ താത്തയുടെ നിർദ്ദേശമായിരുന്നു. അമ്മ അതേപടി അനുവർത്തിക്കുന്നുണ്ട്. ഞാനും ഇപ്പോൾ അവരെയൊക്കെ വിളിക്കുന്നു, വേറെ ഒന്നുമല്ല. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാട്ടുകാർ എന്ന് പറയുന്നത്, ഇപ്പം ഈ തിരി, അവിടെ ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത്, പാട്ടുകാർ എന്ന് പറയുന്നത് ഈ തിരിയിൽ കത്തുന്ന വെളിച്ചമാണെങ്കിൽ അതിലെ ഓരോ മൃദംഗക്കാരനും വയലിനിസ്റ്റ് എന്ന് പറയുന്നത് ആ വെളിച്ചം കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ തിരിയാണ്, അല്ലെങ്കിൽ അതിലെ പ്രയോഗിക്കുന്ന എണ്ണയാണ്. പലപ്പോഴും ആ തിരിയെയും എണ്ണയെയും നമ്മൾ ഓർക്കാറില്ല. എന്നാൽ ആ തിരിയും എണ്ണയും ഇല്ലെങ്കിൽ ഈ വെളിച്ചം കത്തുകയുമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നു. അത്തരത്തിൽ എത്രമേൽ കാറ്റുണ്ടെങ്കിലും ഒരു തീക്ക്, അഗ്നിക്ക് കത്താൻ പാകത്തിൽ ശക്തിയുള്ള, നമ്മൾ കാറ്റുള്ളപ്പോൾ തിരിയുടെ കട്ടി കൂട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ സത്യത്തിൽ ആ വെളിച്ചത്തിനെ കെടാതെ നോക്കുന്നത് ഈ തിരിയാണ്. അപ്പം അത്തരത്തിൽ എത്ര കാറ്റുണ്ടെങ്കിലും കെടാത്ത തിരിയായിട്ട് മാറിയ ഒരുപാട് പക്കമേളക്കാരുണ്ട്, മൃദംഗിസ്റ്റ്മാർ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയെ ഇവിടെ സമുചിതമായി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യരും പ്രശിഷ്യരും ചേർന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കലാലോകത്ത് അത് ഏറ്റവും വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് കുങ്ങൂർപ്പള്ളി ശിഷ്യന്മാരുടെയോ പ്രശിഷ്യന്മാരുടെയോ മാത്രമല്ല,
കലയെ സ്നേഹിക്കുന്ന, കർണാടക സംഗീതത്തെ സ്നേഹിക്കുന്ന, ലയത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരുപക്ഷെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് പരമാർപ്പണം എന്ന് പറയുന്ന പ്രോഗ്രാം. സനോജ് ഇവിടെ നാരായണ പിഷാരടി മാഷെ പറ്റിയും അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സനോജും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മൃദംഗക്കാർ സ്റ്റേജിലും അരങ്ങിലും ഒക്കെ ഉണ്ട്, അവരൊക്കെ ജയിച്ച വിദ്യാർത്ഥികളാണ്. ഞാൻ മൃദംഗത്തിലെ ഒരു തോറ്റ വിദ്യാർത്ഥിയാണ്. ഒരു തോറ്റ വിദ്യാർത്ഥിയെ അയാൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറെ ഒരു കാര്യം ഇതിനോട് കണക്ട് ചെയ്ത് പറയാനുണ്ട്. അതെൻ്റെ എഴുത്ത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ഇടത്തെ കയ്യിന് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പരിപോഷിപ്പിക്കാൻ നാരായണ പിഷാരടി മാഷ് പരമാവധി ശ്രമിച്ചു, പരാജയപ്പെട്ടു. കാരണം നമ്മൾ ഇടത്തെ കൈ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് നന്നായിട്ട് അഭ്യസിക്കണം, നിതാന്തമായിട്ടുള്ള പരിശീലനം ആവശ്യമുണ്ട്. പാഠക്കൈകൾ എഴുതിയെടുത്തിട്ട് അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്നും ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്നുള്ളത് വളരെ ലജ്ജയോടെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, മാഷ് ഈ സനോജിനൊന്നും അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നില്ല, എനിക്ക് ഷാരടി മാഷിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ എല്ലാവരും അടിക്കുന്നില്ല, എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവില്ല ഞാൻ എത്ര മോശമായിരുന്നു പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം മാഷ് ഈ പാഠക്കൈ എഴുതാൻ വേണ്ടിയിട്ട് ഈ പാഠക്കൈ എഴുതാൻ വേണ്ടിയിട്ടുള്ള പുസ്തകത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഉണ്ട്. മാഷ് പാഠക്കൈ എഴുതി തരിക ചെയ്യുക. ഈ പുസ്തകം പലവട്ടം എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയിട്ട് അതിന് ചീത്ത കേൾക്കുകയും പുതിയത് മാഷ് എല്ലാ ക്ഷമയോടും കൂടിയിട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട ഒരു 3-മത്തെയോ 4-മത്തെയോ പുസ്തകമാണ്. ഇതിങ്ങനെ മറച്ച് പാഠക്കൈ എഴുതാൻ വേണ്ടിയിട്ട് മാഷ് നോക്കുമ്പോൾ ഇതിൽ പേപ്പർ റിപ്പോർട്ട് പോലെ ഒരു കവിത. ഞാനും ആലോചിച്ചില്ല ഈ പുസ്തകത്തിലാണ് എഴുതിയെന്നുള്ളത്. ഇത് മാഷ് തുറന്ന് കണ്ടപ്പോഴാണ് അയ്യോ പണി പറ്റി. കാരണം അന്നൊക്കെ ഒരേ ചട്ടയുള്ള കുറേ പുസ്തകം ഉണ്ടാവും. അപ്പം നമ്മൾ വല്ല കണക്കിൻ്റെ പുസ്തകത്തിലാണെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ എഴുതിയത് ഇതിലായിപ്പോയി. ഇത് മാഷ് കണ്ടതും അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനിയിപ്പോൾ അടി വീഴും എന്ന് ഉറപ്പായി. അപ്പോൾ മാഷ്ക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ അടിച്ചോട്ടെ വെച്ചിട്ട് ഈ മൃദംഗം വെച്ചിരിക്കുന്ന ഞാൻ ഒന്നിങ്ങനെ കുനിഞ്ഞു. കാരണം അടി പുറത്തേക്ക് തന്നെ വീണാൽ മാഷ്ക്കും എളുപ്പമായില്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് അടിക്കേണ്ടതാണ്. പക്ഷെ മാഷ് അടിച്ചില്ല. മാഷ് എൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചു. സ്ട്രോങ് ആയിട്ടൊന്നുമല്ല, ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എണീക്കുക, ആ പുസ്തകം എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുസ്തകം എടുത്തിട്ട് മാഷ് ഇങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് അവിടെ പോയവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. മാഷ്ട അന്നത്തെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ചെവിയിൽ നിന്ന് വിടുന്നില്ല കേട്ടോ കയ്യെ. ഇങ്ങനെ പിടിച്ച് അപ്പുറത്തെ ഒരു കെട്ടിടം, അതിൻ്റെ മുകളിൽ കാമധേനു എന്ന് കറുത്ത ഒരു ബോർഡിൽ സംസ്കൃതത്തിൽ വെള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്നെ. അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ കസാരയിൽ ഇരിക്കുന്നുണ്ട്, ഒരു തോർത്തുമുണ്ട് ഇട്ടിട്ടുണ്ട്. അന്ന് എനിക്കറിയില്ലായിരുന്നു, പിന്നെ അതറിയാം. സുപ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും KP നാരായണ പിഷാരടി മാഷ്ട സതീർത്ഥ്യനൊക്കെ ആയിട്ടുള്ള ഈ നാരായണ പിഷാരടി മാഷ്ട ചേട്ടൻ EP നാരായണ പിഷാരടി മാഷ്ട ജ്യേഷ്ഠൻ EP ഭരത പിഷാരടി ആയിരുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പിലിരുത്തി എന്നെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇദ്ദേഹം ആരാന്ന് പോലും അന്ന് അറിയില്ല. എന്നിട്ട് ഈ പുസ്തകം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏട്ടാ ഇത് ഏട്ടന് പറ്റിയതാണെന്ന് തോന്നുന്നു, എന്നിട്ട് നോക്കിക്കോളാൻ പറഞ്ഞ് അത് കൊടുത്ത മാഷ് പോയി. ഞാനവിടെ ഇരിക്കുക. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് മാഷ് ഈ ഭരത പിഷാരടി മാഷ് എന്നോട് ചോദിച്ചു, ഇതെന്താ പത്ര റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചു. അല്ല, ഒന്നുമല്ല, കവിത എന്ന് വിചാരിച്ച് എഴുതിയതാണ് എന്ന് പറഞ്ഞു. കേക വൃത്തം അറിയോ എന്ന് ചോദിച്ചു. പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കേകവൃത്തം പഠിപ്പിച്ച് ഞാൻ എഴുതിയ പത്ര റിപ്പോർട്ട് ഒരു കേകവൃത്തത്തിൻ്റെ ഭാഷയിലാക്കിയിട്ട് മാഷ് അത് വാങ്ങുകയും
ഒരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുകയും ആദ്യമായിട്ട് ആ കവിത വരികയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് മൃദംഗത്തിൻ്റെ പാഠക്കൈ എഴുതണ പുസ്തകത്തിലാണ് കവിത എഴുതിയത്. ആ കവിതയാണ് അച്ചടിച്ചു വന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്നത് അക്ഷരം കൊണ്ടാണ്, പാട്ട് എഴുതിയിട്ടാണ്. അതിന് കാരണം അന്ന് പഠിച്ച മൃദംഗമാണ്. കുങ്ങൂർപ്പള്ളിയെ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. കാരണം അതിനുശേഷം ഒരു പുരോഹിത ജീവിതം എനിക്കുണ്ടായിരുന്നു. അതിലെൻ്റെ ഗുരുനാഥൻ ഇവിടെ പലർക്കും അറിയുന്ന CM ശങ്കരനാരായണൻ എന്ന് പറയുന്ന ശങ്കരേട്ടൻ. ഈ ശങ്കരേട്ടനായിട്ട് കുങ്ങൂർപ്പള്ളിക്ക് വലിയ അടുപ്പായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു പുരോഹിതൻ, ചെറുപ്പക്കാരനായിട്ടുള്ള പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്നോട് വലിയ വാത്സല്യവും ധാരാളം സംസാരിച്ചിരുന്നു കുങ്ങൂർപ്പള്ളി. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു കാലത്ത് ഞാൻ മൃദംഗം പഠിച്ചു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. അത് ലജ്ജ കൊണ്ടാണ്. ഇനി മാത്രമല്ല, എന്നോട് എന്തെങ്കിലും ഒരു ബഹുമാനം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇവിടെ തിരുവമ്പാടി സംഗീതോത്സവത്തിനൊക്കെ കാഴ്ചക്കാരനായിട്ട് പോയിട്ട് അദ്ദേഹം നടത്തുന്നതും അദ്ദേഹം അതിൽ ശ്രമം നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ രാജശ്രീ വാര്യർ എൻ്റെ വീട്ടിലാണ് വന്നിരുന്നത്. ചേച്ചി അവിടെ കച്ചേരി നടത്താൻ വേണ്ടിയിട്ട് കുങ്ങൂർപ്പള്ളി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതും ഞാൻ തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരാളെ അനുസ്മരിക്കുക എന്നുള്ളത് ഈ രീതിയിൽ അദ്ദേഹത്തിനെ ഓർമ്മിക്കുക എന്നുള്ള ഒരു ചടങ്ങിനപ്പുറം ഇവിടെ ഈശ്വരൻ സാറിനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് ക്ലാസ്, കാരണം അദ്ദേഹം ചെയ്തിരുന്നത് മൃദംഗം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ മൃദംഗം ഇനിയും മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു ശ്രമമായിട്ട് മുന്നോട്ട് പോവാൻ ഈ കൂട്ടുകെട്ടിന് കഴിയട്ടെ എന്നാശംസിക്കുന്നു. ഇവിടെ തിളങ്ങി നിൽക്കുന്ന കുങ്ങൂർപ്പള്ളിയുടെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള നാരായണ പിഷാരടി മാഷുടെ സ്മരണയിൽ നിന്ന് ഒരു തിരി കത്തിച്ചുകൊണ്ട് ഏറെ വിനയത്തോടെ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലയുടെ ഉന്നതിയിലേക്കുള്ള പടവുകൾ താണ്ടുമ്പോഴും വിനയം കൈവിടാതെയുള്ള അങ്ങയുടെ ഉദ്ഘാടന ഭാഷണത്തിന് നന്ദി. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻ ഗുരു മന്നാർഗുഡി A. ഈശ്വരൻ അവർകളാണ്. രസികർക്ക് സുപരിചിതനെങ്കിലും പുതുതലമുറയ്ക്ക് കൂടുതൽ അടുത്തറിയുവാനായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തികച്ചും യുക്തമെന്ന് കരുതുന്നു. മിഴിവ്, കൃത്യത, സൂക്ഷ്മത, മികച്ച ടോണൽ നിലവാരം, സ്വാഭാവികത എന്നിവയാൽ അടയാളപ്പെടുത്തിയ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള മൃദംഗവാദനവും പ്രാവീണ്യവും കൊണ്ട് ഏറ്റവും മികച്ച താളവാദ്യ ഇതിഹാസങ്ങളിൽ ഒരാളായി തൻ്റെ സ്ഥാനം ഉറപ്പിച്ച ശ്രീ മന്നാർഗുഡി A. ഈശ്വരൻ നാളിതുവരെയുള്ള 6.5 പതിറ്റാണ്ടിലേറെയായുള്ള കരിയറിൽ കർണാടക സംഗീതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളെ അനുഗമിച്ചുകൊണ്ട് താളാത്മക സംഗീതത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡ്, കാഞ്ചി കാമകോടി പീഠത്തിലെ ആസ്ഥാന വിദ്വാൻ, സംഗീത കലാമൃത, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം, ലയകലാധര സാമ്രാട്ട്, മൃദംഗ കലാശിരോന്മണി, ആർഷകലാഭൂഷണം, സംഗീത രത്നാകര, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സംഗീത തിലകം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ച ഏതാനും പൊൻതൂവലുകൾ മാത്രം. ഏറെ ബഹുമാനപൂർവ്വം പ്രണാമപൂർവ്വം അങ്ങയെ ക്ഷണിക്കുകയാണ് കൊങ്ങൂർപ്പള്ളിയുമായുള്ള അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി. எல்லோருக்கும் நமஸ்காரம். மேடையில் வீட்டிற்கும், தமிழில் பேசுகிறேன், மேடையில் வீட்டிற்கும் ஹரிநாராயணன் சார், சனோஜ் சார், நவீன், நம்ம KM சார், கோபி சார் மற்றும் இங்கு கூடியிருக்கும் வாமன நம்பூதிரி சார், நந்தகுமார், கோட்டையம் முனிகிருஷ்ணன், ராஜேந்திரன், எல்லாருக்கும் என்னுடைய வணக்கம். குரு ஸ்மரணம் இப்படி தான் இருக்கணும். குருவை பேணுதல், குருவை நினைத்தல், குருவை உருவத்தை, குரு சொல்
கேட்டல், இந்த மாதிரி திருமூலர் மந்திரத்தில் குருவை பற்றி பிரமாதமாக சொல்லியிருக்கார். நம்ம பரமேஸ்வர நம்பூதிரி, குரு பரமேஸ்வர நம்பூதிரி, இந்த ஃபங்க்ஷன் ரொம்ப ஸ்வீட்டாக ஆரம்பித்தது. அந்த அம்மா வாய்ஸில் என்ன தேன் இருக்குதுன்னு தெரியல, ஸ்வீட்டாக இருந்தது வாய்ஸ், ரொம்ப நல்லா இருந்தது. நாட்டு சுப்பராயமூர்த்தி தெருன்னு ஒரு தெரு மெட்ராஸில் இருக்குது. அதில் தான் அவர் மாடியில் குடியிருந்தார். எனக்கு அப்போலேருந்து அவரை பழக்கம். என்னை வாடா அப்படின்னு கூப்பிடுவார். என்னை விட வயசில் பெரியவர் அவர், பரமேஸ்வர நம்பூதிரி. ஒரு குருக்கு இந்த மாதிரி சிஷ்யாள் சனோஜ், கோபி, இவாளை மாதிரி இருக்கிற சிஷ்யாலாம் கிடைக்கிறது, அதுக்கு பெரிய எல்லாருக்கும் அப்படி ஒரு நல்ல சிஷ்யாலாம் கிடைக்கிறது ரொம்ப அபூர்வம். பரமேஸ்வர நம்பூதிரிக்கு அது நன்றாவே கிடச்சிது. ரொம்ப இதமானவர், வெரி ஸ்வீட் ஹார்ட், சாஃப்டாக பேசுவார், எல்லாரோடையும் ஆசையாக இருப்பார். நாங்கள் 2 பேரும் கொஞ்சம் 2 பேரும் சேர்ந்து வாசிச்சிருக்கோம். நாட்டு சுப்பராயமூர்த்தி தெருவில் மாடியில் நானும் அவரும் உட்காந்து வாசிச்சிருக்கோம். அப்போ நரேந்திரனும் இருந்தார், நரேந்திரனும் வாசித்தார் எங்களோட, நம்ம திருச்சூர் நரேந்திரன். இப்படியாக என்னுடைய பழக்கம் பரமேஸ்வர நந்திரி சாரோட, பரமேஸ்வர நம்பூதிரி சாரோட ரொம்ப ஒரு இனிமையான, என்னுடைய வாழ்நாட்களில் ரொம்ப இனிமையான ஒரு சம்பவங்கள். அதெல்லாம் என்னை சைக்கிளில் பேக்கில் உட்காத்தி வச்சுட்டு மிருதங்க கடைக்கெல்லாம் என்னை ஆக்ஷனு போயிருக்கார். மயிலாப்பூர் மத்தள நாராயண தெருவில் நாங்கள்லாம் போயிருக்கோம். இந்த பக்கத்தில் பூத்தி வடையெல்லாம் இருக்கும், வடையெல்லாம் வாங்கி சாப்பிட்டுட்டு மத்தள நாராயண தெருவில் போய் மிருதங்க ரிப்பேர் கொடுக்கறதுக்காக நாங்கள் 2 பேரும் சேர்ந்தே போயிருக்கோம். அப்படியெல்லாம் நாங்கள் சைக்கிளில் ட்ராவல் பண்ணியிருக்கோம். நிறையா அகண்டத்தில் வாசியிருக்கோம். தியாகராஜ வித்வத் சமாஜத்தில் தியாகராஜ உற்சவம் முடிஞ்ச உடனே 10 நாளைக்கு ப்ரோக்ராம் நடக்கும். அதில் ஒரு நாள் அகண்டம் நடக்கும். 24 மணி நேரம் நான்ஸ்டாப் தியாகராஜ கீர்த்தனை, நோ ராகம், நோ ஸ்வரம். 1958லேருந்து நான் சமாஜத்தில் இருக்கிற சமயத்துலலாம் நம்பூதிரி சாரோட அப்படி தான் எனக்கு பழக்கம் ஏற்பட்டது. அப்போ சின்ன சின்ன குட்டிகளுக்கெல்லாம் நாங்கள் வாசிப்போம். அப்படி சொன்னால் டக்குன்னு புரியும். சின்ன அதாவது ஒரு 18, 19 அந்த மாதிரி குழந்தைகள்லாம் பாடும்போது நாங்கள் போய் வாசிப்போம். என்ன செம்ப வைத்தியநாதர் பாகவதர் வீட்டுக்கு அழைச்சிட்டு போனது பரமேஸ்வரன் நம்பூதிரி. எங்கடா வந்த நம்பூதிரி அப்படி, ஈஸ்வரன் யாரேவன், மிருதங்க வாசிப்பான், நான் வாசிப்பானா, அதான் அவர்கிட்ட என்னை பரிச்சயம் பண்ணி வச்சது. நான் அவர் கச்சேரி வாசிக்கலை. செம்ப வைத்தியநாத பாதர் எவ்வளோ பெரியவர், அந்த கொடுப்பனை எனக்கு இல்லை, நான் வாசிக்கலை, அது வேறு. அதே மாதிரி குருவாயூர் செம்ப உற்சவத்துக்கு என்னை முதல்ல அழைச்சிட்டு வந்தது பரமேஸ்வர நம்பூதிரி சார் தான். அதுக்கப்புறம் துரசாரோட நிறையா வந்தேன், குருவாயூர் துரசாரோட. முதல்ல அழைச்சிட்டு வந்தது நம்பூதிரி சார் தான். அப்போது குருவாயூரில் யாரெல்லாம் இருப்பான்னா, நம்ம புருஷோத்தம சர்மா, மாரார், நம்ம நம்பூதிரி சார், பாலக்காடு கிருஷ்ணய்யர் மிருதங்க வித்வான், இந்த மாதிரி பெரிய வித்வான்கள்லாம் இருக்கும். நானும் நம்பூதிரியெல்லாம் நிறையா வாசிச்சிருக்கோம் அங்கே உட்காந்துட்டு. நம்பூதிரி சாருடைய வாசிப்பை பற்றி சொல்லணுன்னாக்கா, அவரை மாதிரியே ஒரு சாஃப்டான வாசிப்பு. அவர் எப்படி சாஃப்டாக இருப்பாரோ அது மாதிரி ஒரு வாசிப்பு. ஆனால் நான் ஒரு ப்ரோக்ராம் கேட்டேன் அவரது, கல்யாணராமனுக்கு எம்எஸ்ஜி வயலின், எம்எஸ் கோபாலகிருஷ்ணன் வயலின், யார் மிருதங்கம் தெரியாது, ரெக்கார்டிங் கேட்டோம்.
அந்த ரெக்கார்டிங் வந்து திருப்பணத்தூரில் ராமச்சந்திரன் ஒருத்தர் இருக்கார். அவர் வித்வான்களெல்லாம் ஏர்போர்ட்டுக்கு அழைச்சிட்டு கொண்டு விடுறது, அழைச்சிட்டு போகிறது, எல்லா வித்வான்களையும் அவருக்கு தெரியும். கோட்டை அறியா உன்னிகிருஷ்ணன் நம்ம ராமச்சந்திரன் அவர் டாக்ஸியில் தான் அழைச்சிட்டு போவார். ஹீ இஸ் டூயிங் எஸ் கைங்கரியம், பிஸ்னஸ், வாட் எவர் இட் இஸ். அப்போது காரில் போகும்போது இந்த டேப்பு கேளு ஈஸ்வரன் சார் அப்படின்னு போட்டேன். என் பேர் கல்யாணராமன், எம்எஸ்சி. மிருதங்கம் யாரானு எனக்கு தெரியல. வாசிப்பு சூப்பராக இருந்தது. நம்ம அதில் கேட்ட வாசிப்பு ரொம்ப நேரம் என்னால் கண்டுபிடிக்கவே முடியல. நான் கூட டிவிஜி சாரா, வேலுக்குட்டி நாயரா, வேலுக்குட்டி சாரா யார் வாசிருக்குது, நல்லா பிரமாதமாக இருக்க கையெல்லாம். நம்ம பரமேஸ்வரன் நம்புதர் யானை அப்படின்னு சொன்னார். ஸோ அப்படி அவர் வாசிப்பார். மியூசிக் அகாடமிலலாம் வாசிச்சிருக்கார். இப்போ தான் எனக்கு அந்த லாஸ்ட் டைம் திருவம்பாடியில் அதை நான் சொல்லலை, மறந்து போயிட்டேன். மியூசிக் அகாடமியில் வாசிச்சிருக்கார். அவர் வாசிப்பார், நிறையா வாசிச்சிருக்கார் அகாடமியில். எனக்கே ஞாபகம் இருக்குன்னாக்கா இதில் அந்த எங்களுக்கெல்லாம் அந்த காலத்தில் என்ன பழக்கம்னா, மத்தியான கச்சேரி தான் எங்களுக்கெல்லாம் கிடைக்கும். அதாவது அப்போ ஏதோ 400 ரூபா 500 ரூபா பணம் கொடுப்பா எங்களுக்கு கச்சேரி வாசிச்சதுக்கு அகாடமியில் அப்படின்னு நினைக்கிறேன் ஞாபகம். எங்களுக்குள்ள ஒரு பழக்கம் போட்டி என்னென்னா, நான் ஈரோடு குருராஜன், மேலகாவிரி கிருஷ்ணமூர்த்தி, பரமேஸ்வரன் நம்பூதிரி, இன்னும் ஒரு 5-6 பேர் அந்த காலத்து என்னுடைய க்ளோஸ் ஃப்ரெண்ட்ஸு. கச்சேரி முடிஞ்ச உடனே அவளை அப்படியே அலாக்கா தூக்கின்னு போய் கேன்டீனுக்குள்ளே கொண்டு விட்டுருவோம். அந்த படத்தை க்ளோஸ் பண்ணிவிடுவேன். இப்படி ஒரு பழக்கம். அதில் நம்பூதிரி சார் என்ன பண்ணுவார் தெரியுமா, தோ ஒன்று கோவிச்சுட்டு வர தோ அப்படி போவார். ஆடாது, அப்படியே போயிடுவார் கலந்து. இப்படியெல்லாம் நாங்கள் சந்தோஷமான எங்கள் நாட்கள் எல்லாம் கழிச்சிருக்கோம். அவருடைய இறந்து போகிறதுக்கு முன்னாடி ஒரு 3 மாதம் முன்னாடி நான் ஃபோன் பண்ணி பேசினேன். நம்பூதிரி சாரோடு பேசினேன் நான். அப்போவே அவருக்கு 82 81 ஆயிடுத்து. என்னடா ஈஸ்வரா எப்படி இருக்காய் இல்லை இன்னும் மனசுலேயே இருக்கு. அந்த குங்குமம் அப்படி எட்டுப்பார், குங்குமத்தை அப்படி எட்டுண்டா. இதே குருவாயூர் செம்ப உற்சவத்தில் செம்ப சார் பாட்டு, டிவிஜி சார் மிருதங்கம், அது கழிஞ்சு பின்ன நம்பூதிரி சார் மிருதங்கம், நானும் மிருதங்கம் வாசிச்சிருக்கேன். இன்னும் யாரெல்லாம் மிருதங்கம் வாசிக்க அவரை வருங்கோ அப்படிங்கிற செம்ப சார். அப்படியெல்லாம் செம்ப சார் பாடி நாங்கள் 3 பேர் மிருதங்கம் வாசித்தோம். அவரை பற்றி நினைக்கணுன்னா நினச்சிண்டே தான் இருக்கணும். மகாவித்வான். அவருடைய அனுஸ்மரண நாளில் அவள் சிஷ்யாலாம் அவரை எல்லாரும் நினைக்கணும். அவரை ஒரு செகண்ட் யாராவது திங்க் பண்ணி பாருங்க, அவரை மனசில் கொண்டு வாங்க அப்படிங்கிற மாதிரி ஒரு சந்தர்ப்பத்தை ஏற்படுத்தி ஆக மனோஜ், நவீன், கோபி இவாள்லாம் அது பண்ணினது ரொம்ப பொருத்தம். அவருக்கு ஸ்வர்கிய ஸ்ரீ பரமேஸ்வர நம்பூதிரி அவர்களுக்கு என்னுடைய சாஷ்டாங்க நமஸ்காரத்தை தெரிவிச்சுக்கிறேன். അങ്ങയെപ്പോലെ ഗുരുസ്ഥാനീയനായ ഒരു മഹാരഥൻ്റെ മുഖതാവിൽ നിന്നും അനുഭവങ്ങൾ ശ്രവിക്കുവാൻ സാധിച്ചത് ഏറെ ഭാഗ്യമായി കരുതുന്നു. അങ്ങയുടെ വാക്കുകൾക്ക് ഏറെ നന്ദി. അനുസ്മരണ വേദിയിൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻ ശ്രീ KMS മണിയാണ്. 5 ദശാബ്ദങ്ങളിലേറെയായി താളവാദ്യ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ മണി ഇന്ത്യയിലെ ഒട്ടുമിക്ക മുതിർന്ന സംഗീതജ്ഞർക്കും പത്മഭൂഷൺ ബാലമുരളീകൃഷ്ണ മുതൽ പുതുതലമുറയിൽപ്പെട്ട കലാകാരന്മാർക്കു വരെ പക്കമേളം ഒരുക്കിയ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചതാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെയും ദൂരദർശനിലെയും A ഗ്രേഡഡ് കലാകാരനും കാഞ്ചി കാമകോടി ആസ്ഥാന വിദ്വാൻ, തിരുവമ്പാടി ദേവസ്വം സംഗീത തിലകം തുടങ്ങിയ പുരസ്കാരങ്ങളുടെ ജേതാവുമാണ്. ഏറെ ആദരവോടെ അങ്ങയെ കൊങ്ങോർപ്പിള്ളി അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന
മഹത് വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന സംഗീത വിദ്വാൻമാർക്കും സംഗീത പ്രേമികൾക്കും സഹോദരി സഹോദരന്മാർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. സുപ്രസിദ്ധ മൃദംഗം വിദ്വാൻ ശ്രീ കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മാർദ്ദംഗിക സദസ്സ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരായ പൂങ്ങാട് സനോജ്, ശ്രീ നവീൻ ഭട്ടതിരിപ്പാട്, ശ്രീ ഗോപി കൃഷ്ണൻ, രാപ്പാൾ ശ്രീനാഥ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരമാർപ്പണം എന്ന പരിപാടിയിൽ എന്നെ വിളിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനായി അവസരം തന്നതിൽ അവരോടുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാനും ശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവർകളും 1972 മുതൽ 1972 തൃശ്ശൂർ ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ നേതൃത്വത്തിൽ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരി ഇവിടുത്തെ വടക്കേ സമൂഹ മടങ്ങ് ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. ആ കച്ചേരി കാണുവാനും അനുഭവിക്കാനുമായി ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ് ഒരവസരമുണ്ടായിട്ടുണ്ട്. ശ്രീ ജയവിജയന്മാരാണ് പിൻപാട്ട്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ഡോക്ടർ എൽ വൈദ്യനാഥൻ എന്നിവർ വയലിൻ വാദനം, ശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവർകൾ മൃദംഗം, ശ്രീ ആലങ്കുടി രാമചന്ദ്രൻ ഘടം. അന്ന് വളരെ ഗംഭീരമായ ഒരു കച്ചേരി അവിടെ നടത്തിയ ശേഷം എൻ്റെയും പരമേശ്വരൻ നമ്പൂതിരിയുടെയും ഗുരുനാഥനായ ചെനങ്ങാട്ട് അപ്പോയ്യർ പരമേശ്വരൻ നമ്പൂതിരിയോട്, അത് കഴിഞ്ഞാൽ ഗുരുവായൂർ ഏകാദശി സംഗീത പരിപാടികൾ, അന്നൊക്കെ 3 ദിവസമേ ഉള്ളൂ. എൻ്റെ ഗുരുനാഥൻ അപ്പോയ്യർ പറഞ്ഞു, ഈ മണി എൻ്റെ ശിഷ്യനാണ്, കുറച്ചൊക്കെ മൃദംഗം വായിക്കും, പാട്ടിനൊക്കെ വായിക്കാറായിട്ടുണ്ട്, അയാളെ താൻ കൊണ്ടുപോയി ഗുരുവായൂരൊന്ന് വായിപ്പിക്കണം. അപ്പോൾ പരമേശ്വരൻ നമ്പൂതിരിയുടെയും കൂടെയും ഗുരുനാഥനായ അപ്പോയ്യരുടെ വാക്കുകൾക്ക് വേണ്ട വിധത്തിൽ ബഹുമാനം കൊടുത്ത് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. കൂടാതെ സനോജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും തൃശ്ശൂർ ചെനങ്ങാട്ട് അപ്പോയ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കാഞ്ഞൂർ മനയ്ക്കൽ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടാണ്. ചെനങ്ങാട്ട് അപ്പോയ്യരുടെ പ്രഥമ ശിഷ്യനായിരുന്നു ശ്രീ എരനെല്ലൂർ നാരായണ പിഷാരടി. ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്ത് ശ്രീ നാരായണ പിഷാരടി എൻ്റെ ഗുരുനാഥൻ്റെ അവിടെ വരാറുണ്ടായിരുന്നു. നാരായണ പിഷാരടിയാണ് പരമേശ്വരൻ നമ്പൂതിരിയുടെ ആദ്യ ഗുരുനാഥൻ. അതിനുശേഷം ചെനങ്ങാട്ട് അപ്പോയ്യരുടെ അടുത്ത് അദ്ദേഹം മൃദംഗം പരിശീലനം തുടങ്ങി. എരനെല്ലൂർ നാരായണ പിഷാരടിയുടെ വളരെ അടുത്ത ശിഷ്യനായിരുന്നു ശ്രീ ഗുരുവായൂർ ദൊരൈ സാർ. അദ്ദേഹം വളരെ സുപ്രസിദ്ധ മൃദംഗവാദകനാണ്. ഈയിടെ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകി ബഹുമാനിച്ചു. ഞാൻ ഇതിനു മുമ്പ് ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ
സെക്രട്ടറി എന്ന നിലയിൽ കച്ചേരികൾ നടത്തുമ്പോൾ ഒരു 6 കൊല്ലം മുമ്പ് ശ്രീ നാഗയ മുരളീധരൻ്റെ വയലിൻ കച്ചേരിക്ക് മന്നാർഗുഡി ഈശ്വരൻ സാറാണ് വന്നത്. അപ്പോൾ ഇവരെയൊക്കെ പറ്റി 2 വാക്ക് പറയുവാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത് എൻ്റെ ഗുരുനാഥൻ ഗുരുവായൂർ ദൊരൈ സാറാണെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് സനോജ് പറഞ്ഞതിൽ നിന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ദൊര സാറിൻ്റെ ഗുരുനാഥൻ എരനെല്ലൂർ നാരായണ പിഷാരടി കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട്. ദൊര സാറിൻ്റെ ശിഷ്യനാണ് സി മന്നാർഗുഡി ഈശ്വരൻ സാർ. ഞാൻ ശ്രീ ചെനങ്ങാട്ട് അപ്പോയരുടെ അടുത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. പരമേശ്വരൻ നമ്പൂതിരി ചെനങ്ങാട്ട് അപ്പോയരുടെ ശിഷ്യനാണ്. പരമേശ്വരൻ നമ്പൂതിരിയുടെ ശിഷ്യന്മാരാണ് ഈ മാർദ്ദംഗിക സദസ്സ് നടത്തുന്നത്. എല്ലാം കൂടി ഒരു ഫൈനൽ ടച്ച് കൊടുക്കുകയാണെങ്കിൽ ചെനങ്ങാട്ട് അപ്പോയരുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് ഈ സ്മരണ പരിപാടിയിൽ എല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2 ഗുരുക്കന്മാരെയും, ശ്രീ ചെനങ്ങാട്ട് അപ്പോയർ അവർകളെയും ശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവർകളെയും ഓർമ്മിക്കാനും അവരുടെ നല്ല പ്രവർത്തികളെ അഭിനന്ദിക്കാനും അവരുടെ മാർഗദർശനം ഉൾക്കൊണ്ട് കണ്ട് മുമ്പോട്ട് പോകുവാനും വേണ്ടി പരമേശ്വരൻ നമ്പൂതിരിയുടെ ശിഷ്യന്മാരും അല്ലാതെ ഉള്ളവർക്കും ഒരു മാർഗദർശനം കിട്ടി. ഈ മാർദ്ദംഗിക സദസ്സ് വളരെ നന്നായി സനോജ് പറഞ്ഞ പോലെ ഒരു അനുസ്മരണ പരിപാടി മാത്രമല്ലാതെ ഇന്ന് വളരെ നന്നായി വളരെ വിദ്വത്തോടു കൂടി ഈശ്വരൻ സാർ ഇവിടെ ഒരു ലഗ്ഡം നടത്തുകയുണ്ടായി. നിർഭാഗ്യവശാൽ എനിക്ക് അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. പക്ഷേ അതിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞത് ഇറ്റ് ഈസ് എ ബിഗ് മിസ് ഫോർ യു, യു ഷുഡ് ഹാവ് കം. എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ലെക്ചർ ഡെമോൺസ്ട്രേഷൻ പറ്റുമെങ്കിൽ കുറച്ച് നല്ല സംഗീത സദസ്സ് അതെല്ലാം നടത്തി ഈ മാർദ്ദംഗിക സദസ്സ് ഇനിയും തൃശ്ശൂരിലെ ഒരു സംഗീത സായാഹ്നം ഒരുക്കുവാൻ വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കഴിയാവുന്നതും നമ്മൾ നൽകി ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മന്നാർഗുഡി ഈശ്വരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ കച്ചേരിയുടെ കാര്യം പറഞ്ഞു. ഇതിനു മുമ്പ് തന്നെ അബുദാബിയിലും ദുബായിലും ഇദ്ദേഹം ഒരുപാട് കച്ചേരികൾക്ക് വന്നിട്ടുണ്ട്. ഗണേഷ് കുമരേഷിൻ്റെ വയലിൻ കച്ചേരിക്ക്, ബാക്കി പല കച്ചേരികൾക്കും അന്നൊക്കെ അദ്ദേഹത്തിനെ ക്ഷണിക്കുവാനും സേവനം ചെയ്യുവാനുമായി എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഈ പരമേശ്വരൻ നമ്പൂതിരി ആയാലും മന്നാർഗുഡി ഈശ്വരൻ സാറായാലും ഞാൻ നോക്കിയിട്ടുള്ള ഒരു വിന്നിങ് ഫോർമുലയുണ്ട് അവരുടെ കരിയറിലും അവരുടെ പ്രവർത്തനത്തിലും. ഇറ്റ് ഈസ് കോൾഡ് ട്രിപ്പിൾ വി. ഒന്ന് വിദ്വത്ത്, അടുത്തത് വിവേകം, ആൻഡ് ദ തേർഡ് വി ഈസ് വിനയം. ഇതാണ് ഇവരെപ്പറ്റി ഓർക്കുവാനും ഇവരെപ്പറ്റി സംസാരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഈ വിന്നിങ് ഫോർമുല ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്. ഈശ്വരൻ സാറിനെ പോലെയുള്ള ഒരു മഹാവിദ്വാൻ ഇവിടെ വന്ന് ഇതിലെല്ലാം പങ്കെടുക്കുന്നത് നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല.
എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി പ്രസിദ്ധ സംഗീത വിദ്വാൻ ശ്രീ ചേപ്പാട് വാമനൻ നമ്പൂതിരി അവരുടെ കച്ചേരിയാണ്. ശ്രീ വയല രാജേന്ദ്രൻ വയലിൻ, ശ്രീ മന്നാർഗുഡി ഈശ്വരൻ സാർ മൃദംഗം, ശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. ഇവരുടെ കച്ചേരി നമുക്കെല്ലാം ചേർന്ന് ആസ്വദിക്കാം. ഈ മാർദ്ദംഗിക സദസ്സിന് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഗുരുനാഥന്മാരായ ശ്രീ ചെനങ്ങാട്ട് അപ്പുയ്യരുടെയും ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും പാദങ്ങളിൽ എൻ്റെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ആശംസാ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ഏവരുടെയും മനസ്സുകളിൽ കൊങ്ങോർപിള്ളിയുടെ സ്മരണകൾ ഉദ്ദീപിപ്പിച്ച ശ്രീ KMS മണി അവർക്ക് ഏറെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അനുസ്മരണ സഭയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മാർദ്ദംഗിക സദസ്സിൻ്റെ ഖജാൻജിയും കൊങ്ങോർപിള്ളിയുടെ ആദ്യകാല ശിഷ്യനുമായ ശ്രീ നവീൻ മുല്ലമംഗലത്തിനെ സാദരം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി കുറച്ച് ലേറ്റായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് വാമനേട്ടൻ്റെ കച്ചേരി എല്ലാവരും കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നന്ദി പ്രകാശനത്തിലേക്ക് ഞാൻ വേഗം കിടക്കുകയാണ്. ആദ്യം തന്നെ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ശ്രീ KMS മണി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് എൻ്റെ വ്യക്തിപരമായ പേരിലും കൊങ്ങോർപ്പള്ളി ശിഷ്യ പരമ്പരയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. മാഷ് പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ അപ്പുയ്യർ അങ്ങനെ പേരുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ അനുഭവങ്ങൾ ശരിക്ക് വരുന്നത് എന്ന് ശരിക്ക് അദ്ദേഹം ഇന്ന് വിവരിച്ചു തന്നു. വളരെ നന്ദിയുണ്ട് സാർ. അടുത്തതായി ശ്രീ BK ഹരിനാരായണൻ. കവിത്വമില്ലാത്ത പ്രഭാഷണമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷെ നമുക്കറിയാം കവിത ഉള്ളിൽ തുളുമ്പുന്ന ഒരാൾക്ക് അതൊന്നിലൊരു രക്ഷയില്ല. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായാണ് ഇന്നത്തെ പരിപാടിയുടെ ആ സത്ത അദ്ദേഹം അവതരിപ്പിച്ചത്. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്ര മനോഹരമായി അവതരിപ്പിച്ചതിന് നന്ദി. അപ്പോൾ സനോജമായിട്ടുള്ള സൗഹൃദവും നാരായണ പിഷാരടി മാഷ്ട ശിഷ്യത്വവും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടൊരു മേഖലയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി എന്നുള്ളത് തന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. സോ വളരെ നന്ദി. എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ പറയാം. സർ, ഈശ്വരൻ സർ, it's an honor for us to have you here today for the Legdom and the concert today. So I remember almost 8 years back, I was watching an interview where he was explaining how to prepare for a Taniyavartanam. So today also he explained a bit of it. So he was said that we should be ready with at least 20 or 25 choreos going into a concert. Today it was 50, I know, but that interview he mentioned 25. So, but we'll be using only one, but we should be always ready with 25 choreos. But today we saw that it is not 25, it's an ocean of ideas that is coming up, and we have only seen a glimpse of it today, and we'll be watching more of it tonight. So it's an honor for us to have you here today, and it's a blessing for us. Thank you for your presence. പിന്നെ ഇന്ന് ലഗ്ഡമ്മിന് പാട്ടുകൊണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ രഞ്ജിത്ത് വാര്യർ. രഞ്ജിത്ത് വാര്യരുടെ പേര് പറയാതെ വയ്യ. സാറ് പറയുന്ന എല്ലാ കണക്കുകളും പാട്ടുകൊണ്ട് പ്രയോഗം നടത്തി രഞ്ജിത്ത് ഈ ലഗ്ഡമ്മിനെ വിജയിപ്പിച്ചു. പറയാതെ വയ്യ. രഞ്ജിത്തിൻ്റെ പ്രത്യേക നന്ദി. അവസാനമായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സദസ്സിലുള്ള എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു.